ഇന്നത്തെ മോർണിംഗ് വൈബും സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരി ബൈപ്പാസ് റോഡിൻ്റെ തൊട്ടടുത്തുള്ള വീടാണ്, നമ്മുടെ ജോയിച്ചാറിൻ്റെ വീടാണ്. എന്താണ് ഇവിടെ പ്രസക്തി എന്ന് ചോദിച്ചാൽ, ഞാനൊരു 2-2.5 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. 3 വർഷം കൊണ്ട് നമ്മുടെ വീട്ടിലൊരു അവക്കാഡോ കായ്ച്ചു എന്ന് പറഞ്ഞു. അന്ന് ഒരുപാട് ആളുകൾക്ക് ഭയങ്കരമായിട്ട് സംശയം ഉണ്ടായിരുന്നു, ഇത് ഇങ്ങനെ കായ്ക്കുമോ എന്നൊക്കെ, ബെഡ് തൈ ആയിരിക്കും എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല, സാധാരണ കുരുവിട്ട് മുളപ്പിച്ച് ഇതിപ്പം 3-ാം വർഷം തൈയാണ്. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കായുണ്ട്. അതുപോലെ കഴിഞ്ഞ കൊല്ലം തന്നെ ഇത് കായ്ച്ചു എന്നാണ് പറഞ്ഞത്. കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ വയനാട്ടിൽ ഇങ്ങനെയാണ്, നാട്ടിലേക്ക് ഒന്നാമത്തെ പൊതുവെ അവക്കാഡോ ഉണ്ടാവാറില്ല. ഇപ്പം പുതിയ വെറൈറ്റി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, ചൂടുള്ള മേഖലയിലും ഉണ്ടാവുന്ന ടൈപ്പ്. ഓണർ ഇതാണ് കേട്ടോ, ഇതല്ല ദൈകാണ്. ചോദിച്ചേട്ടാ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആ, ഇപ്പുറത്തെ ഒരാളുണ്ട്. ഗുഡ് മോർണിംഗ്. എൻ്റെ ഭാര്യ മേരി, എൻ്റെ പേര് ജോയി. ഇതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതെ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ പണ്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്ന കഴിച്ചതിൻ്റെ ശേഷം ഉണ്ടായ അതിൻ്റെ കുരു നട്ടപ്പ് ഉണ്ടായതാണ് ഇതൊക്കെ. എത്ര ഒരു 5-6 മരങ്ങളുണ്ട്. അതിൽ 5 കൊല്ലമായതുണ്ട്, 4 കൊല്ലമായതുണ്ട്, 3 കൊല്ലമായതുണ്ട്. ഇതിപ്പോ കൃത്യമായിട്ട് എത്ര വർഷം? ഇതിപ്പോ മൂന്നാമത്തെ കൊല്ല. മൂന്നാമത്തെ വർഷമാകുമ്പോഴത്തേന് ഈ രീതിയിൽ കഴിഞ്ഞ കൊല്ലം ആദ്യമായിട്ട് കായ്ച്ചത്. അത് 3 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ 2-ാം വർഷം കഴിച്ചു. 2-ാം വർഷം തന്നെ കഴിച്ചു. അത് എത്ര എണ്ണം ഉണ്ടായിരുന്നു? അത് 3 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. 3 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിപ്പോ മൂന്നാമത്തെ കൊല്ലമായപ്പോഴത്തേനും ഇതിലിപ്പോ ഇഷ്ടംപോലെ ഉണ്ട്, കുറേ ഉണ്ട്. ഇതിപ്പോ 5 വർഷമായി എന്ന് പറഞ്ഞാൽ ഈ വലിയ മരം 5 വർഷമായത് അപ്പുറത്തുണ്ട്. ഓക്കെ, ശരി. ഇപ്പൊ മൊത്തം 5 മരമുള്ള അതിലിപ്പോ ഇതാണ് മരമുണ്ട്. ഇതില് അത്യാവശ്യം നല്ല രീതിയിൽ കായ പിടിച്ചിട്ടുണ്ട്. ഇതിൽ നല്ല രീതിയിൽ കായുണ്ട്. ഇത് കൊല്ലം നമ്മൾ കഴിക്കുന്നതിന്റെ കുരു അവിടെ ഇവിടെ കൊണ്ടിടും, അതിങ്ങനെ മുളച്ചു വരും. അല്ലാതെ അതിനെ കൊണ്ടാണ് 4 കൊല്ലം 5 കൊല്ലം 3 കൊല്ലമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. കൊല്ലം കഴിക്കുന്നതല്ലേ. ആ രീതിയിലാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിന് ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞാല് അവക്കാഡോ എടുക്കുന്ന ഒരാളുണ്ട്. തെളിവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തൊരു അയൽവാസിയാണ് നമ്മുടെ സുഹൃത്ത്. അദ്ദേഹമാണ് ഇതൊക്കെ പറിച്ച് പിന്നെ പാട്ടെടുക്കുന്ന ഒരാളാണ്. പിന്നെ ഇത് അങ്ങനെ ഇവിടെ ഞാൻ എൻ്റെ വീട് അടുത്താ. ഇത് തന്നെയാണ് എൻ്റെ വീട് ഇതാണ്. ഇവര് അടുത്താണ്, നമ്മളെ അയൽവാസിയാണ്. ഇവിടെ നല്ല ഒരു മരമുണ്ട്, 3 വർഷമായ മരമാണ്. സെറ്റാണ്, നല്ല സെറ്റാണ്, നല്ല കായ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ 2 വർഷം 3 വർഷമൊക്കെ ആകുമ്പോഴത്തേനും കായ പിടിച്ച് അനുഭവം ഉണ്ടോ? ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പലർക്കും അത് ഒരു ഭയങ്കര അതിശയമാണ്, പ്രത്യേകിച്ച് നാട്ടിൽ ഇത് ഉണ്ടാവില്ല. പ്രത്യേകം ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഉണ്ടായി എന്ന് പറയുമ്പോൾ വലിയൊരു അതിശയമാണ് പലർക്കും. ഇത് കണ്ടോ, ഇത് കണ്ടില്ലേ, ഇത് 2 വർഷമായിട്ടുള്ളൂ. ഇത് ഞാനാ കൊണ്ടുവന്ന് നട്ടെ. ഒരു കുരു കവറിൽ വെച്ച് മുളപ്പിച്ചിട്ട് അതാ ഇത് പൂത്തു. 2 വർഷമായിട്ടുള്ളത്. അപ്പൊ ഇത് എന്തായാലും 3 വർഷമായ ഒരു മരമാണ്. എന്തായാലും ഇത്ര രീതിയിൽ ഇവിടെ വയനാട്ടിൽ കായ ഉണ്ടാവും എന്നുള്ള ഏറ്റവും തെളിവാണിത്. മാത്രമല്ല, ഇനി ഇത്തരം കായകളൊക്കെ പിടിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ കമൻറ്റോടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.